ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പൂന്തോട്ടം പരീക്ഷിപ്പാനായി ഒരു പുതിയ ഗാർഡനറെ നിയമിച്ചു. പക്ഷേ അയാൾക്ക് പൂന്തോട്ട പരിപാലനം സംബന്ധിച്ച് തീരെ ജ്ഞാനമുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വേണ്ടത്ര വെള്ളം ലഭിക്കാതെ കുറേയേറെ ചെടികൾ കരിഞ്ഞുപോയി. എന്നാൽ രാജാവ് സ്നേഹപൂർവ്വം അവന് വീണ്ടും അവസരം നൽകി. ആ ആഴ്ചയിൽ മുൻപിലത്തെ തെറ്റ് ഭവിക്കാതിരിപ്പാൻ നല്ലതുപോലെ വെള്ളം കൊടുത്തു. അത് പല ചെടികളും ചീഞ്ഞു പോകുവാൻ കാരണമായി. വീണ്ടും രാജാവ് ക്ഷമാപൂർവ്വം അവസരം നൽകി. ആ ആഴ്ചയിൽ ചെടികൾക്ക് വളം നൽകിയത് ശരിയാവിധമായിരുന്നില്ല. അതിനാൽ ആ ആഴ്ചയിലും വളരെയേറെ ചെടികൾ ഉണങ്ങിപ്പോകുവാനിടയായി. എന്നിട്ടും രാജാവ് ശാന്തനായി ദേഷ്യപ്പെടാതെ ദീർഘക്ഷമയോടെ ഒരവസരം കൂടെ നൽകി. തൻ്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച ഗാർഡനർ ആ ആഴ്ച വളരെ ശ്രദ്ധയോടെ ചെടികളെ പരിചരിച്ചതിനാൽ അനേക ചെടികളിൽ നല്ല പുഷ്പങ്ങളുണ്ടാവാൻ ഇടയായി. അതേ തുടർന്ന് രാജാവ് അയാളെ അനുമോദിക്കുകയും ചെയ്തു. അവസരങ്ങൾ ലഭിക്കുക എന്നത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുന്നതിൽ നാം പലപ്പോഴും വിമുഖതയുള്ളവരാണ്. എത്ര അവസരങ്ങൾ കൊടുത്താലും അവൻ അല്ലെങ്കിൽ അവൾ നന്നാവില്ല എന്നൊരു മുൻവിധിയും നമുക്കുണ്ടായി എന്ന് വരാം. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇവിടെ രാജാവിൻ്റെ മാതൃക എത്ര അനുകരണീയമാണ്. ദേഷ്യപ്പെടാതെ അവസരങ്ങൾ നൽകുമ്പോൾ തൻ്റെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ബോധം വരും. എന്നാൽ ദേഷ്യപ്പെടുമ്പോൾ അവരിലുണ്ടാവുന്ന റിയാക്ഷൻ തെറ്റിനെ ന്യായീകരിക്കുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇവിടെ രാജാവ് സ്നേഹപൂർവ്വം നൽകിയ അവസരങ്ങളും അഭിനന്ദനങ്ങളും ആ ഗാർഡനറിലുണ്ടാക്കിയ രൂപാന്തരം വർണ്ണനാതീതമാണ്. മക്കളോടാണെങ്കിലും മറ്റ് കുടുംബാംഗങ്ങളോടായാലും ദമ്പതികൾ തമ്മിലായാലും ദേഷ്യവും കോപവും ഒഴിവാക്കി സ്നേഹപൂർവ്വം അവസരങ്ങൾ നൽകുമ്പോൾ അവരിൽ താനേ രൂപാന്തരമുളവാകും. ദേഷ്യപ്പെടുന്നതും അവസരങ്ങൾ നൽകാതിരിക്കുന്നതും ഒരു വ്യക്തിയുടെ വിനാശത്തിന് മാത്രമേ സഹായിക്കൂ. എത്ര അവസരങ്ങൾ വരെ നൽകണം എന്ന് ചിലർ ചോദിച്ചേക്കാം. ശരിയായ ഉത്തരം അവരിൽ രൂപാന്തരം ഉണ്ടാകുന്നതുവരെ എന്നതാണ്. മറ്റുള്ളവരോട് നമുക്കുള്ള സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ഫലമാണ് അവസരങ്ങൾ നൽകുന്നത്. മറ്റുള്ളവരുടെ രൂപാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവ്വം തെറ്റുകൾ ക്ഷമിച്ച് അവരെ അംഗീകരിക്കുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ദീർഘക്ഷമയും ദയയുമുള്ളവരായി കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പാൻ തക്കമുള്ള കൃപ തന്ന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വചനത്താൽ ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.